എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കേരള ബജറ്റ് ആണ്. അതായത് 2026-27 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ്, പുതുക്കിയ കേരള ബജറ്റിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കേരള പോലീസിന്റെ ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ 2024-25 വർഷങ്ങളിലെ PQs ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പുസ്തകം പോലീസ് ഡ്രൈവർ, അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ, CEO ഡ്രൈവർ, ദെൻ APO ഡ്രൈവറിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 85 90 57 57 12 അല്ലെങ്കിൽ 85 90 57 57 10. ഇതിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ കിട്ടാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് veranta.channelkerala.com, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ബജറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആദ്യം നിങ്ങൾക്ക് ബജറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുവാണ്. അതായത് നമ്മുടെ പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണ്, അതായത് പുതുക്കിയ ബജറ്റാണ്. അപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തന്നെയാണ്. ഇനി ബജറ്റ് അവതരിപ്പിച്ചത് VD സതീശനാണ്. ആരാണ്? VD സതീശനാണ്. ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മുടെ കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ദെൻ ഇദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ് അല്ലെ. മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മുടെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തത് ആര് തന്നെയാണ്? VD സതീശനാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരു മന്ത്രിസഭയുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ വകുപ്പുകളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഇദ്ദേഹമാണ്. അത് മാത്രമല്ല, ധനകാര്യ വകുപ്പ്, ലോട്ടറി വകുപ്പ്, പ്ലാനിങ്, പിന്നെ തുറമുഖം പോലുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? VD സതീശനാണ്. ഇനി ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 19, 2026 ജൂൺ 19 ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി ഈ ഒരു ബജറ്റ് അവതരണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന നാലാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? VD സതീശൻ. അപ്പൊ എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന നാലാമത്തെ വ്യക്തിയാണ് VD സതീശൻ. അങ്ങനെയാണെങ്കിൽ മറ്റു 3 പേർ ആരൊക്കെയാണ്? ഒന്ന് R ശങ്കർ ആണ്, ദെൻ EK നായനാർ, ദെൻ ഉമ്മൻചാണ്ടി. കേട്ടോ. അപ്പോ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് R ശങ്കർ ആണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത്. ദെൻ ഈ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് EK നായനാറാണ്. കാരണം എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെന്റ് വന്നിട്ട് മന്ത്രിസഭ ഒന്നും രൂപീകരിച്ചിട്ടില്ലാത്തൊരു സമയമായിരുന്നു. സോ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും ഈ EK നായനാർ തന്നെയാണ്. ദെൻ അതിനുശേഷം ഉമ്മൻചാണ്ടിയാണ്. കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, ആ സമയത്ത് ധനകാര്യ മന്ത്രിയായിരുന്ന KM മാണി രാജിവെച്ച് നിൽക്കുന്ന സമയമായിരുന്നു. സോ ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുകയും അതിനുശേഷം ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പൊ എന്താണ്? VD സതീശനാണ്. കാരണം മുഖ്യമന്ത്രി അതുപോലെ തന്നെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? VD സതീശനാണ്. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. നമ്മുടെ കേരള ബജറ്റിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ട പരീക്ഷകളിലൊക്കെ തന്നെ ബജറ്റിൽ പുതുക്കിയ ചില പദ്ധതികൾക്കുള്ള എമൗണ്ട് പുതുക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്കുള്ള എന്തെങ്കിലും വർധനവുകൾ നടത്തിയിട്ടുണ്ടാവും. സോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണ്, പ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് പോവുകയാണ്. പ്രധാന പ്രഖ്യാപനങ്ങളിൽ ആദ്യത്തേത് മിഷൻ സമുദ്രയാണ്. അതായത് ഈ ഒരു ബജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നതാണ് ഈ ഒരു മിഷൻ സമുദ്രയാണ്. കാരണം ഈ ഒരു ബജറ്റിന്റെ ഒരു ആത്മാവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സമുദ്ര മേഖലയുമായിട്ട് തൊട്ടുകൊണ്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ മിഷൻ സമുദ്ര എന്താണ്? മിഷൻ സമുദ്ര ഉദ്ദേശിക്കുന്നത് അതായത് കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കാനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. സോ ഒരു കാര്യം കൂടി പറയാൻ, കാര്യം നമ്മുടെ ടെലഗ്രാമിന്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം പോയിന്റ്സും നമ്മുടെ സ്ലൈഡിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോട്ടായിട്ട് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. ദെൻ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കാനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ്. ദെൻ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് 5 വർഷം കൊണ്ട് കേരളത്തെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഒരു പോർട്ട് സിറ്റിയാക്കി ഉയർത്തുക. സോ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. വെറുതെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാര്യമില്ല അല്ലെ. എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെ ഒരു പോർട്ട് സിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ്, സമുദ്രം, റെയില്, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കും നടത്താൻ പോകുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റാനായിട്ട് എന്തെല്ലാം ചെയ്യാം? റോഡ്, സമുദ്രം, റെയില്, ഉൾനാടൻ ജലപാതകള്, നിർമ്മാണ മേഖലകള്, ഗ്രീൻഫീൽഡ് സിറ്റി ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം. അങ്ങനെ എന്ത് ചെയ്യുന്നു? സമ്പദ് വ്യവസ്ഥയെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സോ മിഷൻ സമുദ്ര എന്ന് ഓർക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് വിഴിഞ്ഞത്തെ എന്താക്കി മാറ്റും? രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ബങ്കർ
ബങ്കറിംഗ് സേവനം നൽകുന്ന തുറമുഖമാക്കും. സപ്പോസ് ഇങ്ങനെ ചോദിക്കാം, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന തുറമുഖമാകാൻ പോകുന്നത് മേ ബി ആയില്ലായിരിക്കാം, പക്ഷേ ഈ ബജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ആകാൻ പോകുന്നത്, ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ എന്താ പറയുക, വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, അതിനുശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു മാരിടൈം മ്യൂസിയം ആണ് കേട്ടോ. ഒരു മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുന്നത് ആലോചനയിലുണ്ട്, അതായത് ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രവും കപ്പൽ നിർമ്മാണ പാരമ്പര്യവും, അപ്പൊ ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എന്ത് ചെയ്യുന്നു, ഒരു മാരിടൈം മ്യൂസിയം എന്ത് ചെയ്യും, സ്ഥാപിക്കും. എവിടെയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇനി ഉള്ളപ്പോൾ ബജറ്റിൽ അനുവദിച്ചിട്ടേ ഉള്ളൂ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ചർച്ച ചെയ്യും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ ബജറ്റിൽ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഈ ബജറ്റിൽ പ്രധാനമായിട്ട് 2 സാമ്പത്തിക ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ. എന്താണ് സതേൺ കേരള എക്കണോമിക് കോറിഡോർ? ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സതേൺ കേരള എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക ഇടനാഴിയിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഒരു നല്ല ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന സതേൺ കേരള എക്കണോമിക് കോറിഡോറിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സതേൺ കേരള എക്കണോമിക് കോറിഡോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ജില്ലകളെ എന്ത് ചെയ്യുന്നു, ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായിട്ട് സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. സോ നമ്മളിവിടെ പറയുന്ന പദ്ധതി ഇതാണ്. എന്താണ്? സതേൺ കേരള എക്കണോമിക് കോറിഡോർ. 3 ജില്ലകളാണ് ഇതിൽ വരുന്നത്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയാണ്. ഇതിനെ എന്ത് ചെയ്യുന്നു, ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായിട്ട് എന്ത് ചെയ്യുന്നു, സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനി ഇതിൽ തന്നെ വീണ്ടും ഈ ഒരു പദ്ധതിയുടെ ബാക്കിയായിട്ട് തന്നെ നമ്മളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇവയെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം 1ാമത്തെ മേഖല, കൊല്ലം 2ാമത്തെ മേഖല, 3ാമത്തെ മേഖല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഈ പറഞ്ഞ കോറിഡോറിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ നോളജ് സ്പേസ് ടെക്നോളജി ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തെ നോളജ് സ്പേസ് ടെക്നോളജി ഹബ്ബായിട്ട് എന്ത് ചെയ്യും, മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കൊല്ലത്തെ എന്തായിട്ടാണ് മാറ്റാൻ പോകുന്നത്? ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായിട്ട്. എന്താണ്? ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായിട്ട് മാറ്റാൻ പോകുന്നത് ഏതിനെയാണ്? കൊല്ലത്തിനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരമായി, കൊല്ലമായി. ഇനി ആലപ്പുഴ എന്തായിട്ടാണ് മാറ്റാൻ പോകുന്നത്? ആലപ്പുഴയെ ബ്ലൂ എക്കോണമി തലസ്ഥാനമായിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കോറിഡോർ ആണ്. ഡിഗ്രിക്കാരോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. പറഞ്ഞത് ഇതാണ് സതേൺ കേരള എക്കണോമിക് കോറിഡോർ. ഇതിൽ വരുന്ന ജില്ലകൾ 3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. അതിൽ തിരുവനന്തപുരത്തെ എന്തായിട്ട് മാറ്റുമെന്ന് പറഞ്ഞു? നോളജ് സ്പേസ് ടെക്നോളജി ഹബ്ബായിട്ട് മാറ്റും. കൊല്ലത്തെ എന്തായിട്ട് മാറ്റും എന്ന് പറഞ്ഞു? അപൂർവ ധാതു സംസ്കരണത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായിട്ട് കൊല്ലത്തെ മാറ്റും. ദെൻ ആലപ്പുഴ എന്തായിട്ടാണ് മാറ്റുന്നത്? ബ്ലൂ എക്കണോമി തലസ്ഥാനമായിട്ട് മാറ്റും. ഓക്കെ, ഇനി ഇതിന് പുറമേ തന്നെ റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ കൂടി എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ്? റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡുകളും പഠന സഹായികളുമായിട്ട് ടാലന്റ് ഒരുപാട് കാലം കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ടാലന്റിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് സ്റ്റഡി മേറ്റ് എന്ന് പറയുന്ന സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ്. അതായത് 6 മുതൽ 9ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡുകൾ കൂടി ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടാണ് ഗൈഡ് പുറത്തിറക്കിയിരിക്കുന്നത്. പാഠവും അതിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങളും ദെൻ അവരുടെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു ബുക്കിന്റെ കവർ പേജിൽ ഒരു QR ഉണ്ട്. ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട AA വീഡിയോസ് കൂടി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടും 90 72 36 57 47 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് ഏവിയേഷൻ ഹബ്ബാണ്. അതായത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ വ്യോമയാന നയം തന്നെ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും. ഇപ്പോൾ ഒരു പുതിയ വ്യോമയാന നയം തന്നെ പ്രഖ്യാപിക്കും. ഇനി നമ്മുടെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തെ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏവിയേഷൻ ഹബ്ബായിട്ട് മാറ്റും എന്നൊരു പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻവെസ്റ്റ് കേരള സെൽ, എന്താണ് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് കേരള സെൽ എന്ത് ചെയ്യും? രൂപീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇൻവെസ്റ്റ് കേരള സെൽ. അതായത് നിക്ഷേപകർക്ക് ഭൂമിയും അനുമതികളും വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് കേരള സെൽ രൂപീകരിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് ഈ ഒരു പദ്ധതിയിലെ ബജറ്റിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ് കേരള സെൽ എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ച എന്നോണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിൽ കൂടി എന്ത് ചെയ്യും? ഒരു രൂപീകരിക്കും. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സമിതി കൂടി രൂപീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനുമായിട്ടാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്നത്. കാരണം എത്രത്തോളം ഇൻവെസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമോ അത്രത്തോളം നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ഈ പറഞ്ഞ ഇൻവെസ്റ്റ് കേരള സെൽ. എന്താ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നിക്ഷേപകർക്ക് ഭൂമിയും അനുമതികളും എന്ത് ചെയ്യുക? വേഗത്തിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇനി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നതിനുമായിട്ടാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന സമിതി രൂപീകരിക്കുന്നത്. പക്ഷേ ഇനി ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന സമിതി, ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും? അത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ്. നിലവിലത് വി ഡി സതീശനാണ്. ഇതിന്റെ എന്താണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായ മന്ത്രിയായിരിക്കും. നിലവിലെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ കേരള MSME ഗ്രോത്ത് സ്കീം നടപ്പിലാക്കും. കേരള MSME ഗ്രോത്ത് സ്കീം നടപ്പിലാക്കും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാകമാനം 10,000-ലധികം MSME സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന കേരള MSME ഗ്രോത്ത് സ്കീം എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കേരളത്തിൽ പുതുതായിട്ട് 10,000 MSME സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന കേരള MSME ഗ്രോത്ത് സ്കീം എന്ന് പറയുന്നത്. സോ അത് ആരംഭിക്കും എന്നുള്ള കാര്യം ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭകർക്കായിട്ട് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. പൊതുവെ സംരംഭകരും നമ്മുടെ നാടിന്റെ ഒരു നട്ടല് തന്നെയാണ്. നിക്ഷേപകരെ പോലെ തന്നെയാണ് സംരംഭകരും. സോ അത്തരത്തിൽ എന്താണ് യുവ സംരംഭകരെ കൂടി പരിഗണിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ട് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും? ലഭ്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ബജറ്റ് അനാലിസിസ്, പൊതുവെ ബജറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഉറക്കം വരുന്ന പരിപാടി, ബോറിംഗ് പരിപാടിയാണ്. പക്ഷേ പരീക്ഷയിൽ ഒരു മാർക്കാണ്, നമുക്കത് കിട്ടിയേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാര്യം ഇതിനു മുൻപ് വരെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം, ബജറ്റിൽ പ്രഖ്യാപനം നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളോ സ്മാരകങ്ങളെയോ പറ്റിയുള്ളൊരു ചോദ്യം ചോദിക്കുന്ന രീതി മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങോട്ട് PSCയുടെ ഒരു പാറ്റേൺ മാറി. അതായത് ബജറ്റ് സ്പീച്ച് പൂർണ്ണമായിട്ടും വായിക്കേണ്ടെന്ന രീതിയിലേക്ക് PSC ചോദ്യങ്ങളുടെ രീതിയും മാറ്റിയിരിക്കുകയാണ്. സോ അത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ബജറ്റ് സ്പീച്ച് അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയൊരു പരാമർശം ബജറ്റ് വന്നിട്ടുണ്ട്. അതായത് വൺ കേരള കരുതൽ മിഷൻ. എന്താണ് വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് നോക്കാം. അതായത് സാമ്പത്തിക പരാധീനത മൂലം ചികിത്സയും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത് വൺ കേരള കരുതൽ മിഷൻ. അപ്പോൾ എന്താ പറഞ്ഞേ? വൺ കേരള കരുതൽ മിഷൻ അല്ലെ. അതായത് സാമ്പത്തിക പരാധീനത മൂലം ചികിത്സയും കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോം ആണ് ഏതെന്ന് പറയുന്നത് വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവർക്കുള്ള സഹായങ്ങൾ എങ്ങനെയായിരിക്കും വരിക? അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെയുള്ള സഹായം എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ഇതര സംഘടനകൾ വഴി, അല്ലെങ്കിൽ CSR ഫണ്ടുകൾ, അല്ലെങ്കിൽ സന്നദ്ധ വ്യക്തികൾ, സ്ഥാപനങ്ങൾ ഇവർ വഴി എന്ത് ചെയ്യുന്നുണ്ട്? സംഭാവനകൾ ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നതിലൂടെ ഇവർക്ക് സുതാര്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അർഹരിലേക്ക് ഈ ഒരു സാമ്പത്തിക സഹായം എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞ ഇവിടെ നമ്മുടെ സർക്കാരിതര സംഘടനകള്, അതുപോലെ തന്നെ CSR ഫണ്ടുകള്, സന്നദ്ധ വ്യക്തികള്, സ്ഥാപനങ്ങള് ഇവരൊക്കെ തരുന്ന ഫണ്ടുകള് എന്താണ് അർഹരായിട്ടുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുക. അതായത് അർഹരായ വ്യക്തികൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞത്? നമ്മുടെ
സാമ്പത്തിക പരാധീനത മൂലം ചികിത്സയും കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. ഇനി ഈ ഒരു സംരംഭം സ്ഥാപിക്കുമെന്ന് പറഞ്ഞു, ഇത് അവരിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായ രീതിയിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ അഥവാ തത്സമയ പൊതു വെളിപ്പെടുത്തൽ എന്ത് ചെയ്യും ഉണ്ടാവും. സോ ഇത് കറക്റ്റ് ആയിട്ടാണോ, ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ ഉണ്ടാകും എന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ വ്യവസായങ്ങൾക്കായിട്ട് ഭൂപരിഷ്കരണം 2.0 അതായത് ഭൂനിയമങ്ങളിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാൻഡ് ബാങ്ക്, ലാൻഡ് പോളിംഗ് ഫ്രെയിംവർക്ക് ഇതൊക്കെ നടപ്പിലാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് പുറമെ തന്നെ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ മേഖലയെ കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ മേഖലയെ കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ എന്ത് ചെയ്യുക, സജ്ജരാക്കുക. സോ യുവജനങ്ങളെ കാര്യമായിട്ട് ഈ ഒരു ബജറ്റിൽ പരിഗണിച്ചിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് സംരംഭകരാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അനുകൂലമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കും. ദെൻ കേരള നോളജ് വാലി സ്ഥാപിക്കും. എന്താണ് കേരള നോളജ് വാലി? അതായത് നമ്മുടെ ലോകോത്തര സർവകലാശാലകളെ ആകർഷിക്കുന്നതിനായിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്തിയിട്ട് കേരള നോളജ് വാലി സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള നോളജ് വാലി സ്ഥാപിക്കും. ദെൻ അതിനുശേഷം പറയുന്നത് വയനാട് ഒരു ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. സോ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന എങ്ങനെയാണ്, 2026 അവതരിപ്പിച്ച അല്ലെങ്കിൽ 2026 ജൂണിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രകാരം കേരളത്തിൽ ട്രൈബൽ സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാം. സോ ട്രൈബൽ എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ 2 ജില്ലകളെ വരുള്ളൂ, വയനാട് ഇടുക്കിയും. സോ ഇവിടുത്തെ ആൻസർ എന്താ, വയനാടാണ്. വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നമാണ് അല്ലെ. സോ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടും ഈ ബജറ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി നടപ്പിലാക്കും. എന്താണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് നടപ്പിലാക്കും, കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി നടപ്പിലാക്കും. സോ ഇങ്ങനെ ഒന്ന് നടപ്പിലാക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ കിട്ടും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഉയർന്ന തരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നതിനായിട്ട് എന്ത് നടപ്പിലാക്കും, കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. അതായത് അവിടെ എന്താണ് ആവശ്യമായുള്ള എല്ലാ ഫെസിലിറ്റീസും, ലാബുകളും മറ്റ് സ്കാനിങ്ങിന് ആവശ്യമായുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ലഭ്യമാകുന്ന തരത്തിലായിരിക്കും ഈ പറയുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ദെൻ IIT മദ്രാസിന്റെ മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിക്കും. ഇതാണ് IIT മദ്രാസിന്റെ മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിക്കും. ഇപ്പോൾ നമ്മളൊരു ബജറ്റ്, നമ്മളിപ്പോൾ ഈ ഒരു ബജറ്റ് ചർച്ച ചെയ്യുന്നു. സോ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവാം, ഇതൊക്കെ ഈ ബജറ്റിൽ നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ IIT മദ്രാസിന്റെ മാതൃകയിൽ റിസർച്ച് പാർക്കുകളൊക്കെ സ്ഥാപിക്കും, ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണോ? മേ ബി നമ്മളൊരു വഴിക്ക് പോകുന്നല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഷുവറായിട്ട്, ഈ കാര്യങ്ങളൊക്കെ ഷുവറായിട്ട് ചോദിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു പദ്ധതികളെ പറ്റിയോ അല്ലെങ്കിൽ ബജറ്റിൽ പരാമർശമുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് വന്ന എക്കണോമിക് സർവേ ബേസ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, വളരെയധികം എന്താണ് വളരെ ഉള്ളിലേക്ക് പോയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബജറ്റിലായാൽ പോലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഈ അടുത്തിടെ ബജറ്റിൽ 1000 രൂപ കൂട്ടിയത് ഈ വിഭാഗത്തിലുള്ള ആർക്കാണ് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ 2 സ്ഥാപനങ്ങൾക്ക് എന്ത് പദവി കൊടുത്തു, കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രത്യേക പദവി നൽകും. എന്നാണ് കേരളത്തിലെ 2 സ്ഥാപനങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണ്. ഇതാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണ്. മറ്റൊന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. സോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നേരെ നിങ്ങളുടെ മനസ്സിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോകരുത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രത്യേക പദവി നൽകി. അതിനുശേഷം മറ്റൊരു പോളിസിയെ പറ്റിയാണ്, അതായത് സിൽവർ എക്കണോമിക് പോളിസി. എന്താണ് സിൽവർ എക്കണോമിക് പോളിസി? അതായത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനുമായിട്ട് ഒരു സിൽവർ എക്കണോമിക് പോളിസി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വയോജനങ്ങളെയും ഈ ഒരു ബജറ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ
ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് എന്ത് കൊണ്ടുവന്നു, എന്ത് പോളിസി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, സിൽവർ എക്കണോമിക് പോളിസി. എന്താണ് സിൽവർ എക്കണോമിക് പോളിസി കൊണ്ടുവരും. കഴിഞ്ഞില്ല, വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. അതായത് കേരളത്തിലെ വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും പരിചരണത്തിനായിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. അപ്പോൾ സപ്പോസ് പരീക്ഷയുടെ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിലെ വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും പരിചരണത്തിനായിട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എന്താണ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേര് എന്താണ്? അത് കെയർ ഗിവർ. അപ്പൊ ഓക്കെ അല്ലേ? കെയർ ഗിവർ എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. അപ്പൊ എന്തിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്? കേരളത്തിലെ വയോജനങ്ങളുടെയും കിടപ്പ് രോഗികളുടെയും പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ് കെയർ ഗിവർ. ദെൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പൊതുവെ നമ്മുടെ കേരളത്തില് ഒരു ഫുട്ബോൾ മാനിയ വളരെ കൂടുതൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും മലബാറാണ് അല്ലെ. കാര്യം മലബാറുകാർക്ക് ഫുട്ബോൾ ആണ് പ്രിയം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അത്തരത്തിൽ മലബാറിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, പ്രത്യേകിച്ച് രാജ്യാന്തര നിലവാരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടത്താൻ കെൽപ്പുള്ള ഒരു സ്റ്റേഡിയം എന്ത് ചെയ്യും, മലബാറിൽ സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സോ അതിനുവേണ്ടിയുള്ള ഫണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം ബ്രാൻഡ് കേരളം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അത് വ്യത്യസ്തങ്ങളായ ബ്രാൻഡുകളിലായിട്ടാണ് പലയിടത്തേക്കും കയറ്റുമതി ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗോള വിപണിയിൽ കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിങ്ങും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സമഗ്രമായ വിപണി വികസന സംരംഭമായിട്ടുള്ള ബ്രാൻഡ് കേരള, അതായത് നമ്മുടെ കേരളത്തിന്റെ പ്രോഡക്റ്റിനെ എല്ലാം ബ്രാൻഡ് കേരള എന്ന പേരിൽ എന്ത് ചെയ്യും, വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ്, അതായത് കേരള അർബൻ ഗ്രോത്ത് മിഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേരള അർബൻ ഗ്രോത്ത് മിഷൻ. സോ നമ്മുടെ നഗരങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ നഗരങ്ങളെ സാമ്പത്തികമായിട്ട് ശക്തവും പരിസ്ഥിതി സൗഹൃദവുമായ മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റുക. അതായത് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യണം, സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരണം, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പരിസ്ഥിതി സൗഹൃദവുമായിരിക്കണം. സോ ഈ രണ്ട് ലക്ഷ്യങ്ങളും ഒരേപോലെ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ നിലവിലുള്ള യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രവർത്തനം എന്ത് ചെയ്യും, കൂടുതൽ കാര്യക്ഷമമാക്കും. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള എന്താണ് യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എവിടെയാണ്, കൊച്ചിയിലാണ്. അപ്പൊ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, കാര്യക്ഷമമാക്കും. ഇനി അതിന് പുറമെ പുതിയതായിട്ട് 2 യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ കൂടി എന്ത് ചെയ്യും, സ്ഥാപിക്കും കേട്ടോ. അപ്പൊ പുതുതായിട്ട് 2 അതോറിറ്റികൾ കൂടി സ്ഥാപിക്കും. നിലവിൽ കൊച്ചിയിലുണ്ട്, പുതിയതായിട്ട് 2 എണ്ണം കൂടി സ്ഥാപിക്കും. അതിലൊന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, ഏതാണ്, ട്രിവാൻഡ്രത്താണ് അല്ലെ. ഒരെണ്ണം എന്തായാലും ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരത്താണ്, മറ്റൊന്നെന്ന് പറയുന്നത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ കേരളത്തിൽ നിലവിലുള്ള യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊച്ചിയിലാണ്. അതെന്ത് ചെയ്യും, കുറച്ചുകൂടി കാര്യക്ഷമമാകും. ഇനി അതിന് പുറമെ 2 എണ്ണം കൂടി സ്ഥാപിക്കും. എവിടെയൊക്കെ, ട്രിവാൻഡ്രത്തും കോഴിക്കോട്. ഇനി അതിനുശേഷം കുറച്ച് ആ വ്യക്തികളുടെ പേരിൽ കുറച്ച് മ്യൂസിയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പദ്ധതിയിൽ പ്രഖ്യാപനത്തിലുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്കാണ്, അത് കോഴിക്കോട്. സോ ഈ ഒരു പദ്ധതി ബജറ്റ് പ്രകാരം MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് എവിടെ സ്ഥാപിതമാകും, കോഴിക്കോട് സ്ഥാപിതമാകും. MT വാസുദേവൻ നായരെ പറ്റി ഇനി പ്രത്യേകിച്ച് ഒരു പരാമർശത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് 2024 ഡിസംബർ 25-ാം തീയതിയാണ് MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. ദെൻ 2025 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, പത്മ വിഭൂഷൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ PSC ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളാണ്. സോ ഇവിടെ ഈ ഒരു ബജറ്റിലും MT വാസുദേവൻ നായരെ പറ്റി ഒരു പരാമർശമുണ്ട്. അതായത് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് എവിടെ സ്ഥാപിതമാകും, കോഴിക്കോട് സ്ഥാപിതമാകും. കഴിഞ്ഞില്ല, ഇനി നമ്മുടെ ജോൺസൺ മ്യൂസിക് അക്കാദമി. ഇപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ എന്താണ്, ജോൺസൺ മ്യൂസിക് അക്കാദമി എവിടെ ആരംഭിക്കും, തൃശ്ശൂരിൽ ആരംഭിക്കും. സോ MT വാസുദേവൻ നായർക്ക് എവിടെയാണ്, കോഴിക്കോടാണ്. ജോൺസൺ മാഷിന് എവിടെയാണ്, തൃശ്ശൂരാണ്. ഇനിയും ഉണ്ട് കേട്ടോ. അതായത് JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്ര നഗരം. എന്താണ്, JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്ര നഗരം എവിടെ, കൊച്ചിയിൽ സ്ഥാപിക്കും. ഇപ്പോൾ JC ഡാനിയൽ അറിയാലോ, നമ്മുടെ മലയാള സിനിമയുടെ പിതാവാണ്. സോ അദ്ദേഹത്തെയും ഈ ഒരു ബജറ്റിൽ ആദരിച്ചിട്ടുണ്ട്. ദെൻ ആർട്ട്
ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കും. സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ല, സോ അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കും. ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാവർക്കും അറിയാം, വരയുടെ പരമശിവൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ദെൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡൊക്കെ, പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാന ട്രസ്റ്റിന്റെ രക്ഷാധികാരി മോഹൻലാൽ ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് ആരുടെ സഹായത്തോടെയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ ഒരു കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കും. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, സോ അതിന് വേണ്ടിയിട്ടും ഫണ്ട് മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഉള്ളൂരിന്റെ 150-ാം ജന്മവാർഷികമൊക്കെ വരെയാണ്. സോ അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള ഉള്ളൂർ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫണ്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ ആർ ശങ്കറിന്റെ ഒരു സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ സലിം കുമാറിന് സ്മാരകം സ്ഥാപിക്കും. കാര്യം അദ്ദേഹം കഴിഞ്ഞ മാസം നമ്മുടെ സലിം കുമാർ ഈ മാസമാണല്ലോ, നമ്മുടെ ജൂണിലാണ് എന്ത് ചെയ്തത്, നമ്മെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം സ്ഥാപിക്കും എന്നുള്ളതാണ്. ഇനി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേട്ടോ. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതായത് ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സോ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഫണ്ട് കുറവാണ്, എന്നിരുന്നാൽ തന്നെയും ഇങ്ങനൊരു ആരോഗ്യ പദ്ധതി വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആരോഗ്യ പദ്ധതി പ്രകാരം എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ഒരു ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും എത്രയാണ്? 25 ലക്ഷം രൂപ വരെയുള്ള എന്താണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതിനുശേഷം പാചക കലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. പാചക കലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ അല്ലെ. സോ ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളെ നേരിടാനായിട്ട് കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ എന്ത് ചെയ്യും? സ്ഥാപിക്കും. അപ്പൊ എന്താണ്? കേരളത്തിലൊരു കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. അതായത് ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലൊരു സെന്റർ സ്ഥാപിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി അതുപോലെ തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ എന്ത് ചെയ്യും? സ്ഥാപിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിക്കുന്നു. കൊച്ചിയിലെ മെട്രോ എന്ത് ചെയ്യും? അത് കുറച്ചും കൂടെ വിപുലമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയദർശിനി പദ്ധതി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പ്രിയദർശിനി പദ്ധതി, അതായത് കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സർക്കാർ ഓർഡിനറി ബസ്സുകളിൽ, KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത്. സോ ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് 600 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശിനി പദ്ധതി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഹരിക്കെതിരെയുള്ള എന്താണ് ഓപ്പറേഷൻ തൂഫാൻ, അതിന് വേണ്ടിയിട്ടും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, പ്രിയദർശിനി, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓൾറെഡി തന്നെ വർദ്ധിപ്പിച്ച ചില എമൗണ്ടുകളുണ്ട് ചിലർക്ക്. അതായത് എന്താണ്, ആശാ വർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം എന്ത് ചെയ്തിട്ടുണ്ട്? 3000 രൂപ വർദ്ധിപ്പിച്ച് 12000 രൂപ ആക്കിയിരുന്നു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. തന്നെ ഈ പറഞ്ഞ 1000 രൂപയുടെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി അധ്യാപകര്, സ്കൂൾ പാചക തൊഴിലാളികൾ, ഇവർക്കൊക്കെ 1000 രൂപ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം എന്ത് ചെയ്യും? ആ ഒരു വേതന വർധനവ് 2026 ജൂൺ 1 എന്നുള്ളൊരു കണക്കിൽ എന്ത് ചെയ്യുന്നു? പ്രാബല്യത്തിൽ വരുന്നു. അത് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് കാര്യമാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. 1000 രൂപ വർദ്ധിപ്പിച്ച ആർക്കൊക്കെയാണ്? അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും. പ്രീ പ്രൈമറി അധ്യാപകർക്ക്, സ്കൂൾ പാചക തൊഴിലാളികൾക്ക്, ഇവർക്കൊക്കെ എത്രയാണ്? 1000 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരും. അതിനുശേഷം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദ്ധതിയാണ്, അതായത് കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നാണ്. കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി. സോ പദ്ധതി എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ആരുടെ പങ്കാളിത്തം കൂട്ടുക? വനിതകളുടെ പങ്കാളിത്തം, അവരുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുക. അതിനൊപ്പം തന്നെ വനിതകളുടെ നേതൃത്വത്തിലുള്ള കാർഷിക സംരംഭങ്ങളും കർഷക കൂട്ടായ്മകളും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കൂടുതലായിട്ട് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഏത് പദ്ധതി? കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കും.
നമ്മുടെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കും. അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കും. കാര്യം ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏത് സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ്, പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ്. then അടുത്തത് നമ്മുടെ കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീര കർഷകരുടെ എന്താണ് സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് ക്ഷീര സാന്ത്വനം. ഓക്കെ, അപ്പോൾ ക്ഷീര സാന്ത്വനം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. സോ ക്ഷീരവകുപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്, ബിന്ദു കൃഷ്ണയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർത്തേക്കുക. then തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ ഏരിയയില് പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം അല്ലെങ്കിൽ മാതൃകാ ക്ഷീര യൂണിറ്റ് ഇതൊക്കെ സ്ഥാപിക്കുന്നതിനുള്ള നടപടി എന്ത് ചെയ്തിട്ടുണ്ട്, കൈക്കൊള്ളും കേട്ടോ. അപ്പോൾ തുറന്ന ജയിലൊക്കെ ഉള്ള സ്ഥലമാണ് ഈ നെട്ടുകാൽ ഏരിയ എന്ന് പറയുന്നത്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ ഏരിയയില് പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം അല്ലെങ്കിൽ എന്താണ് മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം ഓൾറെഡി ഉള്ളതാണ്, അത് ഈ ബജറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. ഏത് വർഷത്തോടെയാണ് കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2050 കൂടി കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഒരു ബജറ്റിൽ വന്നിട്ടുണ്ട്. then വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായിട്ട് മാറ്റുന്നതിനും വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആരംഭിക്കും. എന്താ പറഞ്ഞേ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കും. എന്തിനു വേണ്ടിയിട്ടാ പദ്ധതി, വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുക, കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായിട്ട് മാറ്റുക. സോ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെമസ്റ്റർ ഇൻ കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി പുനരാരംഭിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്ന എന്താണ് സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി. ഇപ്പോൾ ആലോചിച്ച് റീച്ച് കേരള പദ്ധതി എന്താക്കാനാണ്, കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഹെൽത്ത് ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റീച്ച് കേരള. then സെമസ്റ്റർ ഇൻ കേരള പദ്ധതി എന്താണ്, വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സെമസ്റ്റർ ഇൻ കേരള. ഇനി നമ്മുടെ സിനിമയെ എന്ത് ചെയ്യും, സിനിമയ്ക്ക് വ്യവസായ പദവി നൽകും. കാര്യം ഈ ഒരു ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമായിരുന്നു, സിനിമയ്ക്ക് വ്യവസായ പദവി നൽകും. അതായത് ഒരുപാട് സിനിമാ താരങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ അഭിനന്ദിച്ച് കണ്ട ഒരു കാര്യം, അവരൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പറഞ്ഞു കണ്ടൊരു കാര്യമാണ് ഈ പറയുന്ന സിനിമയ്ക്ക് വ്യവസായ പദവി നൽകും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. അതിനുശേഷം മറ്റൊരു പദ്ധതിയുണ്ട്, മകൾക്കൊപ്പം കേട്ടോ. മകൾക്കൊപ്പം അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് മകൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. മകൾക്കൊപ്പം, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മകൾക്കൊപ്പം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞ പദ്ധതികളായിട്ടുള്ള എന്തൊക്കെയാണ്, സെമസ്റ്റർ ഇൻ കേരള, റീച്ച് കേരള. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഷോർട്ടായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. then ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറയാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, അതായത് വയനാട് പൂക്കോട് കോളേജിൽ എന്താണ് റാഗിങ്ങിന് ഇരയായിട്ട് മരിച്ചുപോയൊരു കുട്ടിയുണ്ട്, സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത്. സോ ആ കുട്ടിയോടുള്ള ആദര സൂചകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2 കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. എന്താണ് സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. അതേപോലെ തന്നെ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം. അതായത് റാഗിംഗ് നിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ച നിയമമാണ് എന്തെന്ന് പറയുന്നത്, സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് എന്ന് പറയുന്നത്. then അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് എന്ന് പറയുന്നത്. സോ രണ്ടും ആ കുട്ടിയുടെ പേരിൽ തന്നെയാണ്, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടികളുടെ പേരിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ, അതായത് കേരള ബജറ്റിൽ അടുത്തിടെ പ്രഖ്യാപിച്ച എന്താണ് റാഗിംഗ് നിരോധിക്കാനുള്ള നിയമം ഏതാണ് അല്ലെങ്കിൽ ആപ്പ് ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതായത് സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അതേപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും അല്ലെ.
ദെൻ അതിനുശേഷമുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമുക്കൊരു പണി കിട്ടാൻ പോകുന്ന കാര്യമായിരിക്കും. അതായത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന് ആവശ്യകതയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കും. അതായത് മേ ബി കേരളത്തിന് ഈ പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതായത് അതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇനി മേ ബി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു, അതിന്റെ അധ്യക്ഷൻ ആരാണ്, പിന്നെ അതിന്റെ റിപ്പോർട്ടുകൾ, ഇതിന്റെയൊക്കെ പിറകെ നമ്മൾ പോകേണ്ടതായിട്ടൊക്കെ വരും. നമ്മളൊരു PSC ഉദ്യോഗാർത്ഥിയാണ്. സോ ആനുകാലികമായിട്ട് എന്തൊക്കെ നടക്കുന്നു അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ സണ്ണിയും മണിച്ചിത്രത്താളിൽ പറയും പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സഞ്ചരിച്ചെന്നിരിക്കും ഒരു ഭ്രാന്തനെ പോലെയൊക്കെ. കാര്യം നമുക്ക് പഠിക്കാനായിട്ട് വൈഡായിട്ടൊരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ. സോ എന്ത് ചെയ്യുന്നു, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിക്കുമെന്ന ഒരു ശുപാർശ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് അക്കാദമി ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷനെ മെഹലനോബിസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്യും. എടാ ഇത് മാർക്ക് ചെയ്യടാ, ഇത് ഏറ്റവും ആവശ്യമുള്ള പോയിന്റ് ആണ് പിള്ളേരെ, നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. പ്രത്യേകിച്ച് നിങ്ങളൊരു എന്താ പറയുക, ഒരു അക്കൗണ്ടിങ് ലെവലുള്ള നിങ്ങൾ അങ്ങനെയുള്ള ഒരു എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് അക്കാദമി ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷനെ എന്തെന്ന് പുനർനാമകരണം ചെയ്തു? മെഹലനോബിസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്തു. ഡിഗ്രിക്കാരെ നിങ്ങൾ മാർക്ക് ചെയ്തോ, നിങ്ങൾക്കിത് ആവശ്യമായിട്ട് വരും കേട്ടോ, നിങ്ങൾക്കിത് ആവശ്യമായിട്ട് വരും എന്തായാലും. അതിനുശേഷം നമ്മുടെ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ അഥവാ KSRECയെ എന്ത് ചെയ്യുന്നു, സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവേണൻസ് സ്ഥാപനമായിട്ട് മാറ്റുന്നതിനും അതേപോലെ തന്നെ ഒരു ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, നമ്മുടെ KSRECയെ എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാനത്തെ ഒരു പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവേണൻസ് സ്ഥാപനമായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് KSRECയുടെ പൂർണ്ണരൂപം? എന്താണ് പൂർണ്ണരൂപം? കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം. ഇപ്പോ KGIS അഥവാ കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു എന്താ പറയുക, നമ്മുടെ സ്റ്റാമ്പിന്റെ ഒരു എമൗണ്ടിന്റെ പരിധി വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാർക്ക് സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന പരിധി എത്രയാക്കി? 3 ലക്ഷം രൂപ. വലിയൊരു പ്രസക്തിയുള്ള കാര്യമല്ല, ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയത് കൊണ്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ശ്രീനാരായണ ഗുരുവൻ എന്ത് ചെയ്യും, ഡൽഹിയിൽ ഒരു പ്രതിമയും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രമൊക്കെ സ്ഥാപിക്കും. അതേപോലെ തന്നെ ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോന് ഒരു സ്മാരകം. സോ ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരകവും പ്രതിമ എവിടെയാണ്? ഡൽഹിയിൽ. പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ എന്താണ് സ്മാരകം എവിടെയാ വരുന്നത്? ചാലക്കുടിയിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള ബജറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. സോ നിങ്ങൾക്ക് വേണ്ട മാക്സിമം കാര്യങ്ങൾ ഈ ഒരു സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് നമുക്കറിയാലോ, ഒരു 100-120 പേജിനകത്തുള്ള ഒരു ബജറ്റ് ആയിരുന്നു. സോ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമാണ് സെലക്ട് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ കഴിവതും ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ നോട്ട് ചെയ്യുക. അപ്പോൾ കാര്യം ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.